അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ അയച്ച് വരാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജസിയ ആഷിഖ് ഈ ഒരു മുഖം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും അല്ലേ. കുറേ ദിവസങ്ങളായി കുട്ടി ഭയങ്കര ജീവൻ മരണ പോരാട്ടത്തിലാണെന്ന് പറയാം. ഇപ്പോൾ എനിക്ക് കുറച്ച് നേരം ആയിട്ടുള്ളൂ ഈ കുട്ടിക്ക് അറിയാൻ കഴിഞ്ഞിട്ട്. ഈ കുട്ടിക്ക് ഇനി 100% ആകെ ഒരു ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഒരുപാട് കാശ് കൊണ്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നല്ല നല്ല ആളുകൾ കാശ് അയച്ചു കൊടുക്കുകയും അതുപോലെ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ മോൾക്ക് വേദന സഹിക്കാൻ പറ്റാതെ അവിടെ വെന്റിലേറ്ററിൽ വേദന സഹിക്കാൻ പറ്റാതെ ആസ്റ്റർ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇനി ആ കുട്ടിക്ക് വേണ്ടത് നമ്മുടെ കാശോ ആ ഒരു സഹായമല്ല, ഇനി പൈസ വേണ്ട. ഇനി വേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ ദുആ ആണ്. അപ്പോൾ ഇതിപ്പോൾ 2 മണിക്കൂർ മുമ്പാണ് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമുക്ക് എന്ത് തിരക്കോ എന്ത് നമ്മുടെ കാര്യങ്ങൾ എന്തെല്ലാം ആയിക്കോട്ടെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ആ നിസ്കാര സമയത്ത് ജസിയയ്ക്ക് വേണ്ടി ഇന്നത്തെ ഒരു ദിവസം തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരുടെയെങ്കിലും ഒരാളുടെ ദുആ ആയിരിക്കും ആ കുട്ടിക്ക് ചിലപ്പോൾ കേൾക്കുക. അപ്പോൾ ഡോക്ടർമാർ പറയണത് ഇനി ഒരു ശതമാനം മാത്രമേ ആ കുട്ടിക്ക് ഇനി ജീവിതത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൂ എന്നാണ്. ഒന്നുകിൽ ആ വേദന പറിച്ച് മാറ്റി കൊടുക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ദീർഘിപ്പിക്കാതെ വേദന പഠിച്ചവന് ശിഫ നൽകട്ടെ എന്നാണ് പറയാനുള്ളത്. പഠിച്ചവൻ ആർക്കും ഈ ഒരു അവസ്ഥ ഇനി വരുത്താതിരിക്കട്ടെ. ആകെ വിവാഹം കഴിഞ്ഞ് 3 മാസം എന്തോ ആ കുട്ടി നല്ലപോലെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ കുറേ ആയിട്ട് യൂട്യൂബിലും എല്ലാം ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഈ ഒരു അസുഖം ഉണ്ടായിരുന്നാലും പക്ഷേ എന്താ ചെയ്യുക, പടച്ചോൻ ഓരോരുത്തർക്ക് വിധിച്ചതല്ലേ നടക്കുള്ളൂ. അപ്പോൾ നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ഒന്നിനും കഴിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു അവസ്ഥ കേട്ടപ്പോൾ വല്ലാത്ത ടെൻഷനും അതുപോലെ തന്നെ വിഷമൊന്നും. കുറേ ദിവസമായിട്ട് നമ്മളോട് അടുത്ത പോലെ ആയിരുന്നു ജസിയും ആഷിഖ് എന്ന് പറഞ്ഞ 2 പേരും നമ്മളോട് ഭയങ്കര അടുത്ത പോലെയാണ്. ഇവരുടെ ചാനൽ കണ്ടവർക്ക് മനസ്സിലാവും. അതുപോലെ ഈ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. പഠിച്ചോൻ നല്ലത് കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥിക്കണം. അതുപോലെ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ ദുആയിൽ കുട്ടിയെ തീർച്ചയായും ഉൾപ്പെടുത്തുക. ആത്മാർത്ഥമായി തന്നെ നമ്മളുടെ ഒരു സഹോദരി അല്ലെങ്കിൽ നമ്മുടെ മോള് അല്ലെങ്കിൽ അനിയത്തി എന്ന ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും കുട്ടിക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഒരാളെങ്കിലും ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ദുആയിൽ ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്നൊരു ദിവസം പ്ലീസ് എല്ലാവരോടും ഇനി ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. പടച്ചോനെ റബ്ബ് കേൾക്കാതിരിക്കില്ല. ഇനി 1% മാത്രമാണ് ഉള്ളത്. പടച്ചോൻ